എന്താ വെച്ചാ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല. നിങ്ങളൊന്നും എന്റെ അടുത്ത് വിളിക്കണ്ട കേട്ടാ. ഞാൻ എല്ലാ കാര്യവും അറിഞ്ഞു. എന്തറിഞ്ഞ? മണിക്കുട്ടൻ എല്ലാ കാര്യവും എന്റെ അടുത്ത് പറഞ്ഞു. ഭവാനെ, എന്തു വില കൊടുത്തെങ്കിലും അവനെ രക്ഷപ്പെടുത്തണം. അതേ ഉള്ളൂ. എന്റെ പിള്ളയാണ്. എന്തിനു വില കൊടുത്ത് രക്ഷപ്പെടുത്താൻ? എന്താ ഈ തരമാരെല്ലാം കൂടെ ആവിയില് വരുവായല്ല? എന്റെ പിള്ളേന്ന് ഞാനല്ലേ? അല്ലേ? എന്താ എന്നെ രക്ഷപ്പെടുത്തൂ? നിങ്ങൾ എന്നെ എങ്ങനെ രക്ഷപ്പെടുത്ത? ദൈവത്തിന് പോലും പറ്റൂല. അയ്യോ, എന്റെ അച്ഛൻ. എന്റെ അച്ഛന് ഭ്രാന്തായെന്ന് വെച്ചാൽ നിന്റെ അച്ഛൻ എന്തൊരു പറ്റുമെന്ന്? എൻ്റെ സുമേ, ഈ അസുഖം എന്ന് പറയുന്നത് ഏത് സമയത്തുണ്ടെങ്കിലും ആർക്കും വരാം. അത് സുമയ്ക്ക് അറിയാമല്ലോ. ഇത് നമ്മളായിട്ട് വരുത്തി വെക്കുന്നതല്ലല്ലോ ഇതൊന്നും. എന്ത് ചെയ്യാൻ, ദൈവത്തിന് ഇഷ്ടമുള്ളവരെ ദൈവം പെട്ടെന്നങ്ങ് വിളിക്കും. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും സമാധാനിക്ക്, താൻ ഇങ്ങനെ വിഷമിക്കാതെ. പ്രാർത്ഥിക്ക്. ശരി, ഓക്കെ. എന്താണ്? ഒന്നുമില്ല. അളിയൻ സമാധാനമായിട്ടിരിക്കും. ഈ ലോകത്ത് എവിടെ ഇതിനാവശ്യമായിട്ടുള്ള ചികിത്സ കിട്ടുമോ, എത്ര രൂപയായാലും അവിടെ കൊണ്ടുപോകും. അപ്പോ അളിയ അറിഞ്ഞു ഇതൊക്കെ? ഇല്ലല്ലയാ, ഇതിന് ഇനി ചികിത്സയൊന്നും ചെയ്ത കാര്യമില്ല. കഴിഞ്ഞു, സമയം കഴിഞ്ഞു. അളിയൻ അങ്ങനെ പറയരുത്. അങ്ങനെ ഒരു നിരാശ വേണ്ട. ഞങ്ങളൊക്കെ ഇല്ലേ അളിയന്റെ കൂടെ? ഇല്ലല്ലയാ, ഇതേ ഇനി ദൈവത്തിന് മാത്രമേ രക്ഷിക്കാൻ കഴിയൂ. എന്റെ ചേട്ടത്തി ഈ കാര്യങ്ങൾ വെച്ച് താമസിക്കില്ല. ഉടനെ ചോദിക്കണം. തീർച്ചയായിട്ടും ചോദിക്കും. ഞാൻ ചോദിച്ചിരിക്കും. അല്ലെങ്കിൽ തന്നെ എനിക്ക് വേറെ ആരും വിളിച്ചാൽ ഒരു പ്രശ്നമില്ല. പക്ഷെ ആ സുമലത്തെ വിളിച്ചേക്കല്ലോ, എനിക്ക് കാലം ഇങ്ങനെ പെരുത്ത് വരും. അങ്ങനെ ഒരു വിളിയുണ്ട്, സുമേ സുമേന്ന് പറഞ്ഞിട്ട്. ഓ, കലി വന്നിട്ട് വയ്യായിരിക്കും. അയ്യോ, ഞാൻ അങ്ങനെ അച്ഛനെ ഇനി ആരും ഒന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. എല്ലാം എന്റെ അളിയന് മനസ്സിലായി. എല്ലാം എന്റെ അളിയന് മനസ്സിലായി. എന്തോന്ന് മനസ്സിലായെന്ന്? അളിയ ഇങ്ങോട്ട് നോക്കി. അളിയനൊന്നും കൊണ്ട് വിഷമിക്കരുത്. ഈ ലോകത്ത് എവിടെ ചികിത്സയുണ്ടോ, എത്ര ലക്ഷം രൂപ ചെലവായോ, ഇനി ഞാൻ ചെലവാക്കും. ഇല്ല അളിയ, ഇനി ആയാലും കാര്യമില്ല. ഇപ്പൊ എല്ലാ അസുഖത്തിനും മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ എന്ത്? ഇല്ല മാമ, ഡോക്ടർ പറഞ്ഞു ഇനി രക്ഷയില്ലാന്ന്. അല്ലെങ്കിൽ തന്നെ വയസ്സും പ്രായവും എല്ലാരും മരിക്കൂലേ, അത് പ്രകൃതി നിയമമാണ്. അങ്ങനൊന്നും പറയാതളിയ. രവി, ഇത്രയും പ്രായം ചെന്ന ഞാൻ പയറുപോലെ നിക്കയില്ലേ? നിനക്കൊന്നും സംഭവിക്കില്ലടാ. അല്ല, എനിക്കൊന്നും സംഭവിക്കാൻ? അതല്ലേ എന്നെ ഇവിടെ ആർക്ക് അസുഖം ഉണ്ടാ? അയ്യോ, അമ്മേരെ സംശയം അറിഞ്ഞെന്നാണ് തോന്നുന്നത്. അതെ, അളിയൻ ആരോടോ ഫോണിൽ സംസാരിക്കുന്ന ഞാൻ കേട്ടു ഈ രോഗത്തെ കുറിച്ച്. ഓഹോ ഓഹോ, എനിക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോഴാണ് മനസ്സിലായത്. എന്താ ഞാൻ പറഞ്ഞു തരട്ടെ? ഇങ്ങേർക്ക് എന്തോ മാരക രോഗം പിടിച്ചില്ല. ആ മാരക രോഗത്തെ കുറിച്ച് എന്നോട് പറയാതെ അവളടുത്ത് വിളിച്ച് പറഞ്ഞിരിക്കുന്ന ആരെടുത്ത്? ആ സുമലന്റെ അടുത്ത്. മനസ്സിലായോ ഇപ്പൊ കാര്യം? എന്തോന്നാണ് നിങ്ങൾ എന്തോന്ന് പറയണത്? അണ്ണൻ എന്തിനാണ് നിങ്ങൾ എന്തോ പറയുന്ന? പിന്നെ അണ്ണനൊരു അസുഖം വന്ന അണ്ണൻ ചേട്ടത്തിരുത്തല്ലേ പറയാം? അല്ല, ചുമലെടുത്ത സുമലയുടെ വീട്ടിൽ പട്ടിക്ക് അസുഖം വന്ന അതിനെ പറ്റി പറയണ്ട. സുമലയല്ല നിരത്ത് വന്നാണ് പറയുന്നത്. പട്ടിയുടെ കാര്യത്തില് എടാ, സുമലതയുടെ വീട്ടിലെ പട്ടി ജർമ്മൻ ഷെപ്പേർഡ് പൊന്നുപോലെ വളർത്തിയാണ്. രാഘവ് ആ പട്ടിയുടെ പേര്. ഓ, വയസ്സായി, അത് സുഖമില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞു. അതിനെ പറ്റി അത് വളരെ വിഷമത്തോടുകൂടി എന്റെ അടുത്ത് പറഞ്ഞു. അതല്ലേ ഞാൻ പറഞ്ഞത്. ഓഹോ, അപ്പൊ അവൾക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും നിങ്ങളാണ് ആശ്വസിപ്പിക്കണല്ലേ? എന്തൊരു മനുഷ്യനാണ് നിങ്ങൾ. ഞാൻ ഇവിടെ പനി പിടിച്ച് കിടക്കുമ്പോൾ നിങ്ങൾ മൈൻഡ് ചെയ്യാറുണ്ടോ? ഉണ്ടോ? എന്റെ സുമ, നീ ഒന്ന് പറഞ്ഞ കേൾക്കാതെ ഒന്ന്. സുമയെന്ന്? അല്ല, അയ്യോ, എന്റെ ഭഗവാനെ, ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഉടലോടങ്ങ് സ്വർഗത്തിലോട്ട് എടുത്തോണ്ട് മക്കളോട് ഇവിടെ കഷ്ടപ്പെട്ട് മക്കളെ കുട്ടി ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ അങ്ങനെ ചെറുപ്പക്കാരിയായിട്ട് ഭാര്യയെ കിട്ടിയപ്പോ നമ്മൾ പോകും.
വിഷമമാണ് എന്റെ ജീവിതം. കൊള്ളാണ് അണ്ണന് സുമലതയുടെ വീട്ടിലെ പട്ടിയുടെ അഡ്രസ് വരെ അറിയാം, ഇൻഷലും പറഞ്ഞു, എന്റെ ചേട്ടത്തിന്റെ പേര് പറഞ്ഞു അല്ലേണ. പോടാ വൃത്തിയായിട്ടവനെ. ഓ നിങ്ങൾ വൃത്തി കാണിക്കാം, എനിക്കത് പറഞ്ഞു കൂടല്ലേ ചേട്ടത്തി. ഇന്ന് ഡിവോഴ്സ് ആണ് ചേട്ടത്തി. Divorce ചെയ്തിരിക്കും. ഇത് ചെയ്തിട്ടുണ്ട് വേറെ കാര്യം. ഇനി ആരും എന്റെ അടുത്ത് ഒന്നും പറയണ്ട. ഇതൊരു തീരുമാനമാക്കിയിട്ടേ വേറെ കാര്യമുള്ളൂ. മതിയായ നിനക്ക്. സുമേ സുമേ മണിക്കുട്ടി മണിക്കുട്ടി മണിക്കുട്ടി. എനിക്കൊരു കാര്യം മനസ്സിലായി. സുമലതയുടെ വീട്ടിലെ രാഘവ മരിക്കണതിന് മുമ്പ് പാറവള രവി മരിക്കും. എങ്ങനെ? പുലിനട മണിക്കുട്ടി കൊല്ലും. അതിനുമ്പ് ഒരുത്തനെ ഞാൻ അവിടെ കൊല്ലും. അതാരെ? പുലിനട വീട്ടിലെ മണിക്കുട്ടൻ. അത് ഞാനല്ലേ. നീനടാ എടാ ചക്കത്തോള പോലെ ഇരുന്ന എന്റെ ചെറുക്കിന് അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് നീ എന്താണ്